ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഡെറിക് മോൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി കട ചെന്നപ്പോൾ ഫ്രീസറിലിരിക്കുന്ന കെൻസ കണ്ട ഉടനെ എന്നെ വിളിച്ചു. ഞാൻ പോയി ഒരെണ്ണം എടുത്ത് കുടിച്ചു. ഇനി എന്ത് ചെയ്യണം? ഗിഫ്റ്റ് വാങ്ങണം. അപ്പോൾ എന്ത് ഗിഫ്റ്റ് വാങ്ങണം കൺഫ്യൂഷൻ ആയിരിക്കും. മിക്ക പറഞ്ഞു കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം സ്വീറ്റ്സ് ആയിരിക്കും. ഒരു പാക്കറ്റ് സ്വീറ്റ്സ് മേടിച്ച് നേരെ നടപ്പ് തുടങ്ങി. സാനിയ ബ്രോ ഓൺ ദ ബൈൽ എന്നെ പിക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അവൻ അങ്ങനെ ഹാപ്പിയായി. ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസ് ആണ്. രാത്രി 8:30 പ്രോഗ്രാം. അതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണം. ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് പുറത്ത് പോയി ഒരു ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ചു വരുമ്പോഴേ അവരവിടെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിക്കുന്നു. ഇത് നമ്മുടെ ബാക്കി ഫൈനൽ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ ഗസ്റ്റൊക്കെ വന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു നല്ല എൻജോയ്മെന്റ് ആണ്. കാരണം എല്ലാവരും ഒന്ന് ഒത്തുകൂടി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഡ്യൂട്ടിക്ക് പോയി വന്നു കഴിയുമ്പോൾ എല്ലാവരും മടുപ്പൊക്കെ മാറി എൻജോയ് ചെയ്യാൻ കുറച്ച് സമയങ്ങൾ അത് നല്ലതാണ്. അങ്ങനെ ബർത്ത്ഡേ പ്രിപ്പറേഷൻസിന്റെ ഏകദേശം ഫൈനൽ സ്റ്റേജിൽ നമ്മുടെ കേക്ക് കട്ടിംഗ് സെറമണിയിലേക്കാണ്. പക്ഷേ ഒരു പ്രെയർ ഒക്കെ കഴിഞ്ഞ് കേക്ക് കട്ടിംഗ് സെറമണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം എല്ലാവരുടെ മുഖത്തെ സന്തോഷം കണ്ടില്ല. ഇന്ന് നമുക്ക് 5 പേരുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. 5 പേരുടെ ബർത്ത്ഡേയും ആഘോഷിച്ച് എല്ലാവരും കേക്കൊക്കെ കഴിച്ച് അവസാനം നമുക്ക് ഫൈനലിൽ നമുക്ക് ഫുഡ് ബിരിയാണി കിട്ടിയൊരു പപ്പടം എടുത്ത് കയറ്റി ഞാൻ പിള്ളേരുമായിട്ട് കത്തി വെച്ച് അങ്ങനെ ഇരുന്നു. അങ്ങനെ അവസാനം റൂമിലെത്തി. ഇപ്പോൾ